വിവരങ്ങൾ നൽകാൻ MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഈ വിഷയത്തിൽ ജോ ബൈഡനും ഒപ്പം വൈറ്റ് ഹൗസും സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? രശ്മ, നേരത്തെ നമുക്കറിയാൻ സാധിക്കും ഏതാണ്ട് ഇപ്പോൾ 76 വർഷം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഒന്നാം നക്ബ തീരുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ ഇതുവരെയുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ ഒരു സുരക്ഷ എന്നത് മാത്രമാണ് അതിൻ്റെ ഒരു വിദേശകാര്യ നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആ നിലക്ക് എല്ലാവിധ സൈനിക സാമ്പത്തിക സഹകരണവും അതോടൊപ്പം തന്നെ നയതന്ത്ര പരിരക്ഷയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സമീപനത്തിൽ കാതലായിട്ടുള്ളൊരു മാറ്റം വന്നു എന്ന് ഈ ഘട്ടത്തിൽ പോലും പറയാൻ സാധിക്കുകയില്ല. ആകെ പിന്നെ ബൈഡൻ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയത് റഫേലിലേക്ക് ഒരു വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തുന്നതിന് തൻ്റെ രാജ്യം എതിർക്കും. അത്തരമൊരു നീക്കത്തിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയേണ്ടതുണ്ട്. മറ്റ് ബദൽ മാർഗങ്ങളിലൂടെ ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ തങ്ങൾ നിർദ്ദേശിക്കാം, അതുമായി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിച്ച ഘട്ടത്തിലാണ് ഇതൊക്കെയും മറികടന്നുകൊണ്ട് റഫേലിലേക്കുള്ള കരയാക്രമണം ഉൾപ്പെടെയുള്ള നീക്കങ്ങളുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നത്. അത്തരമൊരു ഘട്ടത്തിൽ മാത്രമാണ് പിന്നെ ചെറിയ തോതിലുള്ള ചില ആയുധ ഷിപ്മെന്റുകൾ നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിലപ്പുറം ഏതെങ്കിലും കണിശമായിട്ടുള്ള ഒരു തീരുമാനം ബൈഡൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ റിപ്പബ്ലിക്കുകളും അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റുകളും ഈ രണ്ട് വിഭാഗത്തിലെയും സയനിസ്റ്റ് താല്പര്യമുള്ള ലോബി വളരെ സജീവമായി തന്നെ രംഗത്ത് വരികയും അവർ നിയമനിർമ്മാണത്തിലൂടെ തന്നെ പിന്നെ കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് എത്തിക്കാനുള്ള ഒരു നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള ചില വിയോജിപ്പുകൾ ബൈഡൻ ഭരണകൂടം അറിയിക്കുന്നുണ്ട് എങ്കിൽ പോലും എത്രമാത്രം അവർ അതിൽ ഉറച്ചു നിൽക്കുമെന്ന കാര്യം വ്യക്തമല്ല. പുതുതായിട്ട് $1 ബില്യൺ കൂടി ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാനുള്ള ഒരു നീക്കം അമേരിക്ക കൈക്കൊണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിലെ പ്രധാനപ്പെട്ട ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ വിപുലമായ തോതിൽ തന്നെ ഉറപ്പാക്കാനുള്ള നീക്കവും തങ്ങൾ നടത്തുമെന്ന് അമേരിക്ക പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ നയം ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേൽ വിരുദ്ധ സമീപനമോ അല്ലെങ്കിൽ ഇസ്രായേലിന് ആയുധങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ല. കാരണം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സയനിസ്റ്റ് ലോബി ഉള്ളത് കൊണ്ട് തന്നെ ഇത്ര നീക്കങ്ങൾ ചില പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് പിന്നെ ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആയുധം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം ഇപ്പോൾ പോലും റഫേലിലേക്കും അതോടൊപ്പം തന്നെ മധ്യ ഗസയിലും വടക്കൻ ഗസയിലും ഒക്കെ ആക്രമണം വലിയ തോതിൽ മുന്നോട്ട് പോവുകയും നിരവധി പേർ, അതിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ദിനേന എന്നോണം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു നയനിലപാട് പ്രഖ്യാപിക്കാൻ ബൈഡൻ ഭരണകൂടത്തിന് പിന്നെ ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത് 6 മാസം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സയനിസ്റ്റ് ലോബിയുടെ എതിർപ്പ് ഒരിക്കലും ക്ഷണിച്ചു വരുത്താൻ ബൈഡൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുന്നു എന്നതിലപ്പുറത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടോ സൈനിക നിലപാടോ ഇസ്രായേലുമായിട്ടുള്ള കാര്യത്തിൽ ബൈഡൻ ഭരണകൂടം കൈക്കൊള്ളാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ ഈജിപ്തുമായിട്ടുള്ള ചില പിന്നെ ഉരസൽ, പ്രത്യേകിച്ചും പിന്നെ ഇസ്രായേലുമായിട്ടുള്ള ഒരു വിയോജിപ്പ് വന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ചില ഈ ഈജിപ്തിനെയും ഇസ്രായേലിനെയും കുറെ കൂടി അനുനയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിൽ നിന്നുള്ള സുരക്ഷാ വിഭാഗം ഇന്ന് കെയ്റോയിലെത്തുകയും ഈജിപ്ത് നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. രശ്മ, ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.